നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിലൊരു 3 മാമ്പഴം നമ്മുടെ വീട്ടിലെ തന്നെ മാമ്പഴമാണ്, 3 എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കട്ടണ്ടിയോട് കൂടി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 ചെറിയ പച്ചമുളക്, എരിവുള്ളതാണ്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, ലേശം ഉപ്പ്, വെള്ളം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മാങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മാങ്ങ വെന്തില്ല, നന്നായിട്ട് വെന്ത് വരട്ടെ. ആ നേരത്തിന് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കണം. നമ്മളൊരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ലേശം വെള്ളം ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, അപ്പോൾ തേങ്ങ നന്നായിട്ട് അരയത്തില്ല. അങ്ങനെ തുറന്ന് നോക്കാം. മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഇതിലേക്ക് നമുക്ക് ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ അരച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ സമയമല്ലേ, അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു 2 മാമ്പഴം കൊണ്ട് നമുക്ക് സുഖമായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഒരു പുളിപ്പും മധുരവും എല്ലാം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത്. അരപ്പ് ചേർത്ത് നന്നായിട്ട് ചൂടായി വരണം. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതി. കായപ്പൊടി കൂടി ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പിൻ്റെ പച്ചയവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കിയെടുക്കാം. അരപ്പിൻ്റെ പച്ചയവ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ തൈര് പിരിയും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരാവുള്ളൂ, തിളച്ച് പൊട്ടിപ്പോകരുത്. നമ്മൾ തൈര് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് നോക്കിയിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തൈരും കൂടെ ചേർത്തതിന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലെ മാമ്പഴം ആയതുകൊണ്ട് നല്ല മധുരിപ്പുള്ള മാമ്പഴമാണ്. ആ മധുരിപ്പും പുളിപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കുട്ടികൾക്കല്ലേ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി. അരപ്പെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നതാണ് നമ്മൾ. ഇതുപോലെ മാങ്ങയുടെ അണ്ടിയോടുകൂടി നമ്മൾ ഇടുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഈ മാങ്ങാണ്ടി ചീമ്പി കഴിച്ച് ചോറ് ഉണ്ണാനായിട്ട് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പുളിശ്ശേരി വയ്ക്കുമ്പം അതിൻ്റെ കട്ടണ്ടി കളയാതെ അണ്ടിയോടുകൂടി തന്നെ ഇട്ട് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറ കൂടെ താളിച്ചൊഴിക്കണം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരട്ടെ. പാനിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലുള്ള കറിയൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം വറുതാളിച്ചൊക്കെ ഒഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ തനതായുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ലേശം നല്ല ജീരകം ഇട്ട് കൊടുക്കുക. 2 ചുവന്നുള്ളി വട്ട അരിഞ്ഞത്,
3 വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ വറയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി ഈ വറ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്